പ്രിയ കുട്ടികളെ, നമ്മുടെ യൂണിറ്റ് തീർന്നു. നമുക്ക് വിലയിരുത്താം എന്ന ഭാഗത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂരിഭാഗം ക്വസ്റ്റ്യനുകളും നമുക്ക് പരീക്ഷയ്ക്ക് ആ മോഡലിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു ചോദ്യം പോലും കളയാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷാ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മീഥൈനെ ക്ലോറോമീഥൈൻ ആക്കി മാറ്റുന്നതിനുള്ള സാഹചര്യം എന്തായിരുന്നു? ക്ലോറോമീഥൈൻ ആക്കണമെങ്കിൽ ക്ലോറിൻ സൂര്യപ്രകാശത്തിൽ മീഥൈനോട് പ്രവർത്തിക്കുമ്പോഴാണ് ക്ലോറോമീഥൈൻ. ആദേശ രാസപ്രവർത്തനം എന്ന ഭാഗം ഒന്നുകൂടി എടുത്തു നോക്കുക. 33-ാമത്തെ പേജിലെ ആദേശ രാസപ്രവർത്തനം ഒന്നുകൂടി എടുത്ത് പഠിക്കുകയാണ് അപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക്, അല്ലാതെ ഇത് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പേര് എന്താണ്? ആദേശ രാസപ്രവർത്തനം. അടുത്ത ചോദ്യത്തിൽ കാണുന്നത്, ഇങ്ങനെ ഒരു തന്മാത്രയെ CH ത്രിബന്ധനം CHനെ C2C2H6 ഈഥൈനാക്കി മാറ്റാൻ എത്ര ഹൈഡ്രജൻ വേണം എന്നാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം കാണുമ്പോൾ നമുക്ക് ഈ ചോദ്യത്തെ ഒന്ന് നോക്കാം. ഇവിടെ 2 കാർബൺ ആറ്റവും, അപ്പോൾ C2, H 2 H2, അതിനെയാണ് നമ്മൾ C2H6 മാറ്റേണ്ടത്. നമ്മളെല്ലാം കാണുമ്പോൾ ശാന്തമായിട്ട് സൈഡിൽ നിന്ന് അങ്ങ് ചെയ്യണം. കാർബൺ 2, ഹൈഡ്രജൻ 2, ഇവിടെ 4 ഹൈഡ്രജൻ കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് ഒരു ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങളുള്ള ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് കൂടി 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം 4 ഹൈഡ്രജൻ ആക്കാനായിട്ട് പറ്റും. 4 ഹൈഡ്രജൻ വേണം H2H6 ആകാനായിട്ട്, H2 H4 ആകാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? H2 എന്ന് പറയുന്നത് 2 എണ്ണം എടുത്താൽ 4H ആയില്ലേ? അപ്പോൾ നമുക്ക് 2 ഹൈഡ്രജൻ തന്മാത്രകളാണ് വേണ്ടത്. ഉത്തരം 2 ഹൈഡ്രജൻ തന്മാത്രകൾ. അതിൻ്റെ സമവാക്യം ഒന്ന് എഴുതാമോ എന്ന്. അതിന് നമ്മൾ അന്നേരം വിഷമിക്കേണ്ട. ഇതെഴുതുക. CH ത്രിബന്ധനം CH അധികം 2H2, അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും C2H6. ഇത് അഡീഷൻ എന്ന പ്രവർത്തനത്തിലാണ് പെടുന്നത്. അഡീഷൻ. ഇനി നമുക്കൊരു സമവാക്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ടീച്ചർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ 7ാമത്തെ പാഠമാണ് ഈ വർഷം 2ാമത്തെ പാഠമാക്കി തന്നത്. അവിടെയും ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഇത് പരീക്ഷയ്ക്ക് പലവട്ടം ഇതേപടി ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ ഈ ഒരു സംയുക്തത്തിലേക്ക് Hഉം Clഉം ഉള്ളത് അഡീഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പം H ഇവിടെ ചെല്ലും. അപ്പം CH എന്നുള്ളത് വളരെ ലളിതമല്ലേ? CH എന്നുള്ളത് CH2ഉം H അവിടെ ചെന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ വേണേൽ വരച്ചു വെക്കാം. അപ്പോൾ CH2 ആയി. ഈ ത്രിബന്ധനം എന്നുള്ളത് ദിബന്ധനമായി മാറും. ഈ Cl ഇവിടെ വരും. അപ്പോൾ എന്നാ ചെയ്യും? CH അവിടെ ഉണ്ടായിരുന്നു, കണ്ടോ? ഈ Cl നമ്മൾ അടുത്തോട്ട് എഴുതും. ഇനി നമ്മളോട് പറയാണ്, അതാണ് A എന്ന് പറയുന്ന സംയുക്തം. ആ A ഒരു N ഭാഗം എടുക്കുക. അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് മാറ്റി എഴുതി ചെയ്യുവാണ്. NCH2 ഡബിൾ ബോണ്ട് CHCl. N എണ്ണം എടുത്ത് പ്രവർത്തിപ്പിച്ചാൽ കിട്ടുന്ന B എന്തെന്നാണ് ചോദ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോളിമറൈസേഷനിൽ PVC പഠിച്ചില്ലേ? അതാണ് സാധനം. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് CH2 അതിൻ്റെ സിംഗിൾ ബോണ്ട് ഏകബന്ധനമായി ഡബിൾ ബോണ്ട് ഏകബന്ധനമാകും CHCl എന്നിട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് N എടുത്ത് ഇവിടെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഈ സാധനം PVC ആയിരുന്നു. ഓരോന്നിൻ്റെയും പേരെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് ക്ലോറിനുള്ള ഈഥീനാണിത്, ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ക്ലോറിൻ ഫ്രണ്ടിലാണ് ചേർക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ക്ലോറോ ഈഥീൻ. ദിബന്ധനം ഉള്ളത് കൊണ്ടുള്ള 2 കാർബൺ ആറ്റം. അപ്പോൾ 2 ആണെങ്കിൽ ഇത് ദിബന്ധനം വന്നിട്ട് ഈഥീൻ. ഇത് നമുക്കറിയാം PVC, പോളി വിനൈൽ ക്ലോറൈഡ്. അടുത്തത്, ഇത് ഏത് രാസപ്രവർത്തനത്തിലാണ്? ഒന്നാമത്തേത് അഡീഷൻ എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിലും, രണ്ടാമത്തേത് പോളിമറൈസേഷൻ എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിലുമാണ്.
നാലാമത്തെ ചോദ്യം, പാചകപാത്രങ്ങളുടെ ഉൾവശം ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏതാണ്? പാചകപാത്രങ്ങളുടെ ഉൾവശം ടെഫ്ലോൺ എന്ന് പറയുന്നത് വെച്ചാണ് നമ്മൾ ആവരണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മോണോമറിൻ്റെ വളരെ അല്പം വലിയ പേരാണ്. ആ പേര് ഭയങ്കരമായിട്ട് എഴുന്നേക്കാളും നല്ലത് CF2 ഡബിൾ ബോണ്ട് അഥവാ ദിബന്ധനം CF2 എന്നാണ്. ടെട്രാ ഫ്ലൂറോ എത്തീൻ. അടുത്തതായിട്ട് കണ്ടൻസേഷൻ പോളിമർ ഒരെണ്ണമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മോണോമറുകൾ ഏതൊക്കെയാണ്? പേജ് നമ്പർ 38 ഒന്നും കൂടെ വേണേൽ എടുത്തു നോക്കി നൈലോൺ 66 പഠിച്ചോ. പല പ്രാവശ്യം പഠിക്കുമ്പോഴാണ് നമുക്കതെല്ലാം നന്നായിട്ട് പിടികിട്ടുന്നത്. അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനും ആണ് അതിൻ്റെ മോണോമറുകൾ. ഇനി നമ്മൾ ഈ ഒരു സമവാക്യം എഥനോളിൻ്റെ നിർമ്മാണത്തിൽ വെച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് പഞ്ചസാരയാണ്. അവിടെ ഒരു എൻസൈം പ്രവർത്തിക്കുന്നുണ്ട്. എ എന്ന എൻസൈം എന്ത്, അപ്പോൾ ഉണ്ടാകുന്ന ബി എന്ത്, അപ്പോൾ അതേ സമവാക്യമാണ് കേട്ടോ. എഥനോളിൻ്റെ നിർമ്മാണത്തിൻ്റെ സമവാക്യങ്ങളാണിത്. അതിൽ എ ഇൻവെർട്ടൈസ്, ബി എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ കൂടെ ഫ്രക്ടോസ് ഉണ്ടാകുന്നു. അത് പേജ് നമ്പർ 41 നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. അതേപടിയാണ് കിടക്കുന്നത്. 41ാമത്തെ പേജിൽ. പുസ്തകം ഇല്ലാത്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അതുകൊണ്ടാണ് ടീച്ചർ എഴുതിയേക്കുന്നത്. ഇൻവെർട്ടൈസ് പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നു. പിന്നെ ഗ്ലൂക്കോസും ഫ്രക്ടോസും എടുത്തിട്ട് അതിൻ്റെ ഒരെണ്ണമേ സമവാക്യത്തിൽ കാണിച്ചിട്ടുള്ളൂ. സൈമേസ് പ്രവർത്തിച്ച് നമുക്ക് വേണ്ട എഥനോളും കൂടെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. അപ്പോൾ ABCD എന്താണെന്ന് എഴുതുക. വാഷ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 8 to 10% എഥനോളാണ് വാഷ് എന്ന് പറയുന്നത്. അതിനുശേഷം വാഷിൽ നിന്ന് റെക്ടിഫൈഡ് സ്പിരിറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംശിക സ്വേദനം വഴിയാണ് എഥനോളിനെ റെക്ടിഫൈഡ് സ്പിരിറ്റാക്കി മാറ്റുന്നത്. അതിനുശേഷം ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? മദ്യമായിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അതിനെ ഡീനേച്ചർ ചെയ്യുന്നത്. വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നതിനെയാണ് ഡീനേച്ചർ ചെയ്യുക എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തന്നെ മനസ്സിൽ തോന്നുന്നില്ലേ, വാഷ് എന്നാൽ എന്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ ഉണ്ടാക്കാം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡീനേച്ചർ ചെയ്യുന്നതിന് എന്താണ് കാരണം, എന്താണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്, ഇതെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കാവുന്ന അടിപൊളി ചോദ്യങ്ങളാണ്. 1. എഥനോയിക് ആസിഡ് നിർമ്മിക്കുന്നത് എങ്ങനെ? എഥനോള് കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് എഥനോയിക് ആസിഡ് നിർമ്മിക്കുന്നത്. 5 മുതൽ 8% വരെ എഥനോയിക് ആസിഡിനെ എന്താണ് വിളിക്കുന്നത്? വാഷ് എന്ന് പറയുന്നു. ഇങ്ങനെ ആസിഡും ഒരു OH ഗ്രൂപ്പ് ഉള്ളതും COH ഗ്രൂപ്പ് ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? എസ്റ്ററാണ് ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനം എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നു. ഉണ്ടായ എസ്റ്ററിൻ്റെ പേര് മീഥൈൽ. ഇതാണ് മീഥൈൽ. പിന്നെ ആസിഡ് എത്തനോയിക് ആസിഡാണ്, അതുകൊണ്ട് എത്തനോയേറ്റ്. അപ്പോൾ ഇവിടെ അത് പറയുന്നതിൻ്റെ ടെക്നിക്ക് അത് പഠിപ്പിച്ചപ്പോഴും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഭാഗം നമ്മളങ്ങ് പറയുക മീഥൈൽ. പിന്നെ ഇത്രയും ഭാഗം 2 കാർബണാറ്റമാണെങ്കിൽ എത്തൻ എന്ന് തുടങ്ങണം, നോയേറ്റ് എന്ന് ചേർക്കാം, എത്തനോയേറ്റ്. എസ്റ്ററുകളുടെ ഉപയോഗം പെർഫ്യൂം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ വിലയിരുത്താമിലുള്ള ചോദ്യങ്ങൾ. വിലയിരുത്താമിലെ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പതിവ് പോലെ ഒരു പരീക്ഷാ ചോദ്യം. ഈ ഭാഗം കണ്ടപ്പോൾ ഇത് എസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ എസ്റ്ററിൻ്റെ പേര് എന്താണ്? ഈ എസ്റ്ററിൻ്റെ പേര് എന്താണ്? ഇത് നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. ഇത് പരീക്ഷാ ചോദ്യമാണ്. ഇത് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ ചോദ്യം ചോദിച്ചു എന്നും കമൻറ്റിലിടണം കേട്ടോ. പിന്നീട് വീഡിയോ കാണുന്നവർക്ക് അതൊരു സന്തോഷമാകും. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.